ഹലോ സ്റ്റുഡൻസ്, കണ്ടക്റ്റൻസ് മെഷർമെൻറ്റിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. നിങ്ങൾ ടൈട്രേഷൻ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടില്ല. നമ്മൾ ലാബിൽ അടുത്ത വർഷം ചെയ്യുന്നുണ്ടാവും. വോളിമെട്രിക് ടൈട്രേഷൻ. അവിടെ നമ്മളെന്താ ഒരു പ്യൂരിറ്റും പിപ്പറ്റും എടുത്തിട്ട് രണ്ട് സബ്സ്റ്റൻസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. പല ടൈപ്പ് ഉണ്ടാവും. ന്യൂട്രലൈസേഷൻ, ദാറ്റ് ഈസ് ആസിഡിമെട്രി, ആൽക്കലിമെട്രി, പിന്നെ റിഡോക്സ് ടൈട്രേഷൻ, പെർമാനോമെട്രി, ഡൈക്രോമെട്രി, ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിഞ്ഞ ലോവർ ക്ലാസ്സിൽ +1 +2 പഠിച്ചിട്ടുണ്ടാകാം. നമുക്ക് എന്തായാലും ഡിഗ്രി ലെവലിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വോളിയം മെഷർ ചെയ്യാനാണ് ടൈട്രേഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ വോളിയം മെഷർ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ വോളിയത്തിനകത്ത് എന്താ നമ്മൾ കണ്ടക്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത്. കണ്ടക്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ്. അപ്പോൾ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് മെഷർമെൻ്റ് ആണ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ആൻഡ് മൊബിലിറ്റി ഓഫ് ദി അയോൺ പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനകത്തുള്ള അയോൺസിൻ്റെ എണ്ണവും അതിൻ്റെ മൊബിലിറ്റി എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടക്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ടൈപ്പ് ടൈട്രേഷനകത്തും അതിൻ്റെ എൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നല്ല ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന വോളിമെട്രിക് ടൈട്രേഷനൊക്കെ നല്ല എളുപ്പത്തിൽ, ആസിഡിമെട്രിക് ന്യൂട്രലൈസേഷൻ ടൈട്രേഷനൊക്കെ നല്ല എളുപ്പത്തിൽ കണ്ടക്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ എൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ 2 ടൈപ്പ് എക്സാമ്പിൾ ഉണ്ട്. ആ 2 ടൈപ്പ് എക്സാമ്പിളിൽ ഒന്നാണ് ആസിഡിമെട്രി ആൽക്കലിമെട്രി എന്നുള്ളൊരു ടൈട്രേഷൻ. പിന്നെ നമുക്ക് പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ആസിഡിമെട്രി ആൽക്കലിമെട്രിക്കകത്ത് നമുക്ക് 4 ടൈപ്പ് ടൈട്രേഷൻ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ആസിഡിൻ്റെയും ആൽക്കലിയുടെയും നേച്ചർ അനുസരിച്ച് സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, അതുപോലെ തന്നെ വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ്, വീക്ക് ആസിഡ്, വീക്ക് ബേസ്, അങ്ങനെ 4 ടൈപ്പ് ടൈട്രേഷൻസ് നമുക്കുണ്ട്. ആ 4 ടൈപ്പ് ടൈട്രേഷൻ നമുക്ക് ആദ്യമേ നോക്കാം. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ടൈട്രേഷൻ നോക്കാം. അപ്പോൾ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് ഇതാണ്. നമ്മളൊരു ഒരു ബീക്കർ പോലത്തെ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു, ഒരു ബീക്കർ എടുക്കുന്നു. അതിനകത്താണ് നമ്മൾ ടൈട്രേഷൻ നടത്താനായിട്ട് ആസിഡ് നമ്മൾ ബീക്കറിനകത്താണ് എടുക്കുന്നത്. ദെൻ കണ്ടക്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ 2 ഇലക്ട്രോഡുകൾ അതിനകത്ത് കണക്ട് ചെയ്യുന്നു. നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 2 ഇലക്ട്രോഡ് അതിനകത്ത് കണക്ട് ചെയ്യുന്നു. ബ്യൂററ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബ്യൂററ്റിനകത്ത് നമ്മൾ ആൽക്കലി എടുക്കുന്നു. ഇതൊരു സ്റ്റിററാണ് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആസിഡ് ആദ്യം ബീക്കറിനകത്ത് എടുക്കുന്നു, അതിനകത്തേക്ക് ബ്യൂററ്റ് വഴി ആൽക്കലി ആഡ് ചെയ്യുന്നു, ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് കണ്ടക്റ്റൻസ് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആസിഡ് ബീക്കർ എടുക്കുന്ന ഒരു ഫിക്സ്ഡ് വോളിയം ആസിഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ആൽക്കലി ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസിൽ നമുക്ക് എക്സാമ്പിളായിട്ട് HCl-ഉം NaOH നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ HCl നമ്മൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 10 HCl എടുക്കുന്നു. അപ്പോൾ 10 ml HCl എന്ന് പറഞ്ഞാൽ 10 എന്നുള്ളൊരു എണ്ണമായിട്ട് കൺസിഡർ ചെയ്യുക. ശരിക്കും ml ആണ്. 10 ml HCl എടുക്കുന്നു. അപ്പോൾ ഞാൻ എണ്ണമായിട്ട് 10 HCl എടുക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ 10 HCl നമ്മൾ ആദ്യമേ എടുക്കുന്നു, ഈ ബീക്കറിനകത്ത് എടുക്കുന്നു. അപ്പോൾ HCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ്. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? H+ ആൻഡ് Cl- ആയിട്ട് മാറും. HCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ ആൻഡ് Cl- ആയിട്ട് മാറും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. H+ കൊണ്ട് Cl- കൊണ്ട് അതിന് മൊബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നതിന് ഹൈ കണ്ടക്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടക്റ്റൻസ് ആയിരിക്കും. അതിനകത്തേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു? NaOH ആൽക്കലി ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ ഞാനൊരു 1 ml ആൽക്കലി ആഡ് ചെയ്യുന്നു. അപ്പോൾ 1 ml എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, 1 എന്നുള്ളൊരു നമ്പറാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ 10 HCl ഉണ്ട്. അപ്പോൾ 10 H+ഉം 10 Cl- കിട്ടുന്നു. അതിനകത്തേക്ക് ഞാൻ ആദ്യം 1 NaOH ആഡ് ചെയ്യുന്നു. NaOH സ്ട്രോങ് ആണ്. അതൊന്ന് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? Na+ ഉണ്ടാവും, OH- ഉണ്ടാവും. ഈ OH- എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള H+ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുന്നു. ദെൻ Na ഉണ്ട്, Cl ഉണ്ട്, അത് NaCl ആയിട്ട് മാറും. അത് സ്ട്രോങ് സോൾട്ട് ആയതുകൊണ്ട് അത് ഡിസോസിയേറ്റീവ് ഫോംസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ 10 ഉണ്ടായി, എന്തായിട്ട് മാറി? 9 H+ ആയിട്ട് മാറി. ഞാൻ വീണ്ടും ഒരു NaOH-നകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ NaOH എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു Na+, ഒരു OH- ഉണ്ട്. അപ്പോൾ ഈ 9-നകത്തുള്ള ഒരു H+ന് ഒരു OH- എടുക്കുമ്പോൾ 8 H+ ആയിട്ട് മാറും. അങ്ങനെ
ഞാൻ ഓരോ ml ആഡ് ചെയ്യുമ്പോൾ ഓരോ H+ഉം ഓരോ OH- അങ്ങനെ മാറി അവസാനം 10ാമത്തെ ml ആൽക്കലി ബ്യൂറേറ്റിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള കംപ്ലീറ്റ് H+നെ OH റിയാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു. അപ്പോൾ ബാക്കി നമുക്ക് റിമൈനിങ് ഒന്നുമില്ല, 0 ഇനി എക്സസ് ആയിട്ട് ഒരു ml ഞാൻ NaOH ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? എക്സസ് ആയിട്ട് അവിടെ NaOH മാത്രമേ ഉള്ളൂ. HCl കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്ത് പോയി. 10 HClനെ 10 NaOH റിയാക്ട് ചെയ്ത് പോയി. ദെൻ 11ാമത്തെ NaOH ആഡ് ചെയ്യുമ്പോൾ NaOH ആണ് അവിടെ എക്സസ്. അപ്പോൾ എന്ത് ചെയ്ത് അത് Na+ഉം OH- ഉണ്ടാക്കുന്നു. ഇതാണ് അവിടുത്തെ റിയാക്ഷൻ. ഇനി നമ്മൾ ഒന്നുകൂടി വരുന്ന ആദ്യ തുടക്കത്തിൽ നമുക്ക് HCl മാത്രം ഉണ്ടായുള്ളൂ. അപ്പോൾ HCl മാത്രമല്ല, അപ്പോൾ HClനകത്ത് H+ഉം Cl- രണ്ടും മൊബിലിറ്റി കൂടുതലുള്ള ആൾക്കാർ. H+ന്റെ മൊബിലിറ്റി കൂടുതലുണ്ട്, 2 നമ്പർ ഓഫ് അയൺസ് കൂടുതലായിരുന്നു. തുടക്കത്തിൽ നല്ല കണ്ടക്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ സാധനത്തിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ y ആക്സിസിൽ നമ്മൾ കണ്ടക്റ്റൻസും x ആക്സിസിൽ നമ്മൾ വോളിയം ഓഫ് ആൽക്കലി റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു വോളിയം ഫിക്സ്ഡ് വെച്ചിട്ടുണ്ടാകും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു 10 ml ആണ് നമ്മൾ വോളിയം എടുക്കണമെന്ന് പറഞ്ഞു. ആസിഡിൻ്റെ വോളിയം. ആൽക്കലി നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ തുടക്കത്തിൽ ആൽക്കലി ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൽക്കലിയുടെ വോളിയം 0 ആകുമ്പോൾ തന്നെ ഈ സൊല്യൂഷൻ ഒരു ഫിക്സ്ഡ് കണ്ടക്റ്റൻസ് ഉണ്ടാവുക. ആ കണ്ടക്റ്റൻസ് എന്തുകൊണ്ടാണ്? ഇവിടെ 10 H+ഉം 10 Cl- ഉള്ളതുകൊണ്ടാണ്. ദെൻ അതിനകത്തേക്ക് NaOH ആഡ് ചെയ്യുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? മൊബിലിറ്റി കൂടുതലുള്ള H+നെ OH- റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആയിട്ട് മാറുന്നു. പിന്നെ Na+, Cl- ഉള്ള Na+ന് അത്ര H+ന്റെ മൊബിലിറ്റി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ മൊബിലിറ്റി കുറയണ കാരണം അതിൻ്റെ കണ്ടക്റ്റൻസ് കുറഞ്ഞ് പോയി. ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത്? ഏകദേശം 10 H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ 11ാമത്തെ NaOH ആഡ് ചെയ്യുമ്പോഴേക്കും ആരാണ് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്യുന്നത്? അപ്പോൾ OH- ഉണ്ടാകുന്നു. OH- മൊബിലിറ്റി H+ന്റെ പോലെ തന്നെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? OH- എന്ത് ചെയ്യുന്നു? കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ 12 ആഡ് ചെയ്യുമ്പോഴേക്കും കണ്ടക്റ്റൻസ് കൂടി, അങ്ങനെ കണ്ടക്റ്റൻസ് കൂടി പോകുന്നു. അപ്പോൾ 2 ഗ്രാഫുകൾ കിട്ടി. ഈ 2 ഗ്രാഫുകളും തമ്മിൽ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് താഴേക്ക്, ഈ ഗ്രാഫ് താഴേക്കും വരക്കാം, മറ്റേ ഗ്രാഫും താഴേക്ക് വരക്കാം. അപ്പോൾ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് താഴേക്ക് വരക്കുമ്പോഴേക്ക് ഇതാണ് നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത്. എൻ പോയിന്റ് ഈ വോളിയമാണ് നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ വോളിയം ഇതാണ് നമ്മുടെ എൻ പോയിന്റ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫുകൾ തമ്മിൽ കൂട്ടിമുട്ടൂല, നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യണം. എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് വോളിയം എടുക്കുമ്പോഴേക്ക് നമുക്ക് എൻ പോയിന്റ് കിട്ടി. എൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്. ഈ ഗ്രാഫ് ഓരോന്നനുസരിച്ച് മാറും, അതുകൊണ്ട് നോക്കുക. സ്ട്രോങ് ആസിഡ് ആകുമ്പോഴേക്കും കണ്ടക്റ്റൻസ് കൂടുതലാണ്, കുറഞ്ഞു വരുന്നു. ദെൻ സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് എൻ പോയിന്റ് കഴിയുമ്പോഴേക്കും കണ്ടക്റ്റൻസ് വീണ്ടും കൂടി പോകുന്നു. നമുക്കൊരു വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് നോക്കണമെങ്കിൽ വീക്ക് ആസിഡായിട്ട് അസിറ്റിക് ആസിഡ് ആണ്, സ്ട്രോങ് ബേസ് ആയിട്ട് NaOH ആണ്. അപ്പോൾ വീക്ക് ആസിഡ് നമുക്കറിയാം, ഇനിഷ്യലി വീക്ക് ആസിഡിന് എന്താ? അതിൻ്റെ ഡിസോസിയേഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 10 അസറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1 2 അസറ്റിക് ആസിഡ് മാത്രമേ ഡിസോസിയേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അസറ്റേറ്റ് അയോണും ഒരു H+ ഒക്കെ ഇതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ അതിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനകത്തേക്ക് NaOH ആഡ് ചെയ്യണം. NaOH ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്നുണ്ടാവുന്ന H+നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OH- റിയാക്ട് ചെയ്തിട്ട് വാട്ടറായിട്ട് മാറുന്നു. പിന്നെ നമുക്കവിടെ Na+ഉം CO- ഉണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ CH3CO എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൾട്ട് ഫോം ചെയ്യുന്നു. ഈ സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ CH3CO- Na+ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊബിലിറ്റി പ്രകാരം കണ്ടക്റ്റൻസ് അയോൺസ് കൂടുന്നു, അതിൻ്റെ പ്രകാരം കണ്ടക്റ്റൻസ് കൂടി വരുന്നു. അങ്ങനെ ഒരു എൻ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 10 അസറ്റിക് ആസിഡ് എടുത്തു. ദെൻ 10ാമത്തെ ഡ്രോപ്പ് NaOH ആഡ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ എൻ പോയിന്റ് എത്തി. പിന്നെ റീപ്ലേസ് ചെയ്യാനായിട്ടില്ല. പിന്നെ 11ാമത്തെ NaOH ആഡ് ചെയ്യുമ്പോഴേക്കും NaOH ആണ് ഇവിടെ കൂടുതൽ. NaOH ഡിസോസിയേറ്റീവ്മാരുണ്ട്, അസറ്റിക് ആസിഡ് മൊത്തം പോയി. പിന്നെ ആരുണ്ട്? NaOH മാത്രമുള്ളൂ. അപ്പോൾ OH- ഉണ്ടാവും. അപ്പോൾ OH- മൊബിലിറ്റി കൂടുതലായതുകൊണ്ട് കണ്ടക്റ്റൻസ് നന്നായിട്ട് കൂടും. നമ്മുടെ സ്ട്രോങ് ആസിഡ് കണ്ട പോലെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെയും നമുക്ക് 2 ഗ്രാഫുകൾ കിട്ടി, 2 ലൈൻസ് കിട്ടിയ ലൈൻസ് തമ്മിൽ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക. പോയിന്റ് എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്? ആ പോയിന്റിലാണ് നമുക്ക് വോളിയം ഓഫ് ആൽക്കലൈൻ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ അതാണ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. വീക്ക് ആസിഡ് ആകുമ്പോൾ അസിറ്റിക് ആസിഡ്, സ്ട്രോങ് ബേസ് ആകുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി അടുത്താണ് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് നമുക്ക് HCl എടുക്കാം, വീക്ക് ബേസ് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. അപ്പോൾ HCl സ്ട്രോങ് ആയതുകൊണ്ട് തുടക്കത്തിലെ തന്നെ നന്നായിട്ട് അയണൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു 10 HCl എടുക്കണമെങ്കിൽ 10 H+ഉം 10 Cl- ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് അയോൺസും കൂടുതലാണ്, അതിൻ്റെ മൊബിലിറ്റിയും കൂടുതലാണ്. നമുക്ക് തുടക്കത്തിൽ ഹൈ കണ്ടക്റ്റൻസ് കിട്ടും. ദെൻ NaOH അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് വീക്കാണ്, പക്ഷേ നല്ലത് ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാകുന്ന OH- എന്ത് ചെയ്യുന്നു?
H+ ആയിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് മാറുന്നു. ദെൻ അമോണിയ അയോൺസും ഉണ്ടാവും, Cl- ഉണ്ടാവും. Cl- കുറച്ച് മൊബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കണ്ടക്റ്റൻസ് ഉണ്ട്, പക്ഷേ H+ കുറയുന്നതനുസരിച്ച് മൊബിലിറ്റി കുറയുന്നതനുസരിച്ച് കണ്ടക്റ്റൻസ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മൾ 10ാമത്തെ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴേക്കും 10 HCl ന്യൂട്രലൈസ് ചെയ്ത് പോയി. ദെൻ അടുത്ത അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡാണ് എക്സസ്, അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ NH4+ഉം OH- ആണ് ഉണ്ടാകുന്നത്. ഈ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും വലിയ മൊബിലിറ്റി ഇല്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള മൊബിലിറ്റി NaOH എന്നുള്ള മൊബിലിറ്റി, NaOH നിന്ന് ഉണ്ടാകുന്ന OH മൂലം ഉണ്ടാകുന്ന മൊബിലിറ്റി അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള OH ഇല്ല, മൊബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഇൻക്രീസും ഇല്ല. മാത്രമല്ല ഇതിൻ്റെ ഡിസോസിയേഷനും കുറവാണ്, അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, എക്സസ് ആയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് വരുമ്പോഴേക്കും കണ്ടക്റ്റൻസ് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഒരു സ്റ്റഡി ആയിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് 2 ലൈൻസ് കിട്ടുന്ന ഈ 2 ലൈൻസും കൂടി എക്സ്ട്രാപൊലേറ്റ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത് താഴെ വന്ന് മുട്ടുമ്പോൾ വോളിയം ഓഫ് ആൽക്കലി കിട്ടും. നാലാമത്തെ ടൈപ്പാണ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ അസിറ്റിക് ആസിഡ് എടുക്കുന്നു, വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വീക്ക് ആസിഡ് ആണ്, ഡിസോസിയേഷൻ കുറവാണ്, അതിൽ നിന്നുണ്ടാകുന്ന അയോൺസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ നമ്മൾ 10 എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 അസിറ്റിക് ആസിഡ് മാത്രമേ ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള അയോൺസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തുടക്കത്തിൽ നമ്മുടെ കണ്ടക്റ്റൻസ് വളരെ കുറവായിരിക്കും. ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, തുടക്കത്തിൽ കണ്ടക്റ്റൻസ് ഒന്ന് ചെറുതായിട്ട് കുറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്കാണ്, ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അമോണിയ അയോണും ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അസിറ്റിക് ആസിഡും വീക്കാണ്, അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അസറ്റേറ്റും H+ ഉണ്ടാവുന്നു. H+ OH നമ്മൾ റിയാക്ട് ചെയ്ത് വാട്ടറായിട്ട് മാറുന്നു. ബാക്കി എന്തുണ്ട്, അമോണിയം അയോണും അസറ്റേറ്റ് അയോണുണ്ട്, അതൊരു സോൾട്ടായിട്ട് ഫോം ചെയ്യുന്നു. അതും ഒരു വീക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഡിസോസിയേഷൻ്റെ ഭാഗമായിട്ട് അസറ്റേറ്റ് അയോണും അമോണിയ അയോൺസ് ഉണ്ടാകുന്നു. ഈ 2 അയോൺസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു അസറ്റേറ്റ് അയോണുണ്ട്. ഈ 2 ഇക്വേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ ഇവിടെ ഒരു അസറ്റേറ്റ് അയോണുണ്ട്, ഇവിടെ ഒരു അസറ്റേറ്റ് അയോണുണ്ട്. ഇനി ഈ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനും ഈ 3ാമത്തെ ഇക്വേഷനും തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ടിലും കോമൺ ആയിട്ട് NH4 ഉണ്ട്. അപ്പോൾ ഒരു കോമൺ അയോൺ 2 റിയാക്ഷനകത്തുണ്ട്. ആദ്യത്തെ ഇല്ലാത്ത ഇക്വേഷൻ ഞാൻ വെറുതെ 1, 2, 3 കൊടുക്കണമെങ്കിൽ 2ഉം 3ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അസറ്റേറ്റ് അയോൺ കോമൺ ആണ്, 1ഉം 3ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ അയോൺ കോമൺ ആണ്. ഇപ്പോൾ കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടക്റ്റൻസ് ഒന്നിൽ തുടക്കത്തിലൊന്ന് കുറയുന്നു. പക്ഷേ 2 ഫർദർ അയണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്ന കണ്ടക്റ്റൻസ് പിന്നീട് ഫർദർ കൂടി വരുന്നു. അങ്ങനെ ഒരു എൻഡ് പോയിന്റ് എത്തുന്നു. എൻഡ് പോയിന്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ 10 അസറ്റേറ്റിനെ 10 അമോണിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 11ാമത്തെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇടുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ആണ്, പക്ഷേ വീക്ക് ആയതുകൊണ്ട് അതിന് ഡിസോസിയേഷൻ കുറവാണ്. അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് അതിൻ്റെ കണ്ടക്റ്റൻസ് പോകുന്നു. പിന്നെ ഈ 2 ലൈൻ നമ്മൾ എക്സ്ട്രാപൊലേറ്റ് ചെയ്യുന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് താഴേക്ക് എടുക്കുമ്പോൾ നമുക്ക് എൻഡ് പോയിന്റ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ 4 എക്സ്പീരിയൻസിനകത്ത് നമുക്ക് എന്താ കിട്ടുന്നത്, വോളിയം, ന്യൂട്രലൈസേഷൻ പോയിന്റ്, ന്യൂട്രൽ വോളിയം, എൻഡ് പോയിന്റ് ഉള്ള വോളിയം എത്ര എന്നുള്ളതാണ് കിട്ടുന്നത്. 10 ml അസറ്റിക് ആസിഡ് അല്ലെ 10 ml ഒരു ആസിഡ് എടുക്കുന്നതിന് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് എക്സാക്റ്റ് എത്ര ml ആൽക്കലി വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെറുതെ നമ്മുടെ സാധാരണ ടൈപ്പ് വോളിയോമെട്രിക് അനാലിസിസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം എക്സാക്റ്റ് കിട്ടില്ല. കാരണം ഒരു ഡ്രോപ്പാണ് നമുക്ക് ഏറ്റവും മിനിമം ഒരു ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആ ഡ്രോപ്പിൻ്റെ ചിലപ്പോൾ ആ ഡ്രോപ്പിന് നമ്മളൊരു 100, 1000, 10,000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മതി എൻഡ് പോയിന്റ് കിട്ടാനായിട്ട്. പക്ഷെ നമുക്ക് ആ ഡ്രോപ്പിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും, ഈ കണ്ടക്ടോമെട്രി ടൈറ്റേഷൻ കിട്ടും. ഇപ്പം നമ്മൾ 4 എണ്ണം പറഞ്ഞത് അസിഡിമെട്രി, ആൽക്കലിമെട്രി കാറ്റഗറിക്കകത്തുള്ള 4 ടൈപ്പാണ്. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്, പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതൊരു പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്ന ടൈട്രേഷനാണ് പ്രിസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് ക്ലോറൈഡ് ഉണ്ടെങ്കിൽ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും, ദാറ്റ് ഈസ് സിൽവർ ക്ലോറൈഡിൻ്റെ പ്രിസിപ്പിറ്റേറ്റ് ആണ്. അതായത് നമ്മളൊരു പൊട്ടാസ്യം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റ് നമ്മളൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡിനെ നമ്മുടെ ബീക്കറിനകത്ത് എടുക്കുന്നു, അതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് ബ്യൂററ്റ് വഴി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ 10 പൊട്ടാസ്യം ക്ലോറൈഡ് എടുക്കുന്നു, അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന അയോൺസ് ഉണ്ടാകുന്നു. പക്ഷേ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ ഡിസോസിയേഷൻ വീക്കാണ്, ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നമ്പർ ഓഫ് മൊബിലിറ്റി കുറവായതുകൊണ്ട് വലിയ കാര്യമായി ഒരു പർട്ടിക്കുലർ കണ്ടക്റ്റൻസ് ഉണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ട് മൊബിലിറ്റി ഇല്ലാത്ത കാരണം അതിൻ്റെ കണ്ടക്റ്റൻസ് ഒരേപോലെ പോകുന്നു. ദെൻ നമ്മൾ അതിനകത്ത് സിൽവർ നൈട്രേറ്റ് ഒരേ എമ്മിൽ ആഡ് ചെയ്യുമ്പോൾ KCl അത് ന്യൂട്രലൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേഷൻ നടക്കുന്നു, AgCl ആയിട്ട് മാറുന്നു. ദെൻ 11ാമത്തെ ml AgNO3 ആഡ് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത്, AgNO3 ആണ് എക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ Ag+ ആണ് NO3- ഉണ്ടാവും. ഈ NO3- മൊബിലിറ്റി കൂടുതലാണ്. അപ്പോൾ മൊബിലിറ്റി കൂടുതലനുസരിച്ച് ഓരോ ml കൂടുന്തോറും NO3യുടെ എണ്ണം കൂടുന്നു, മൊബിലിറ്റി കൂടുന്നു. അപ്പോൾ കണ്ടക്റ്റൻസ് കൂടും. കണ്ടക്റ്റൻസ് കൂടുമ്പോൾ 2 ലൈൻസ് കിട്ടും. ഈ 2 ലൈൻസ് തമ്മിൽ എക്സ്ട്രാപൊലേറ്റ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും, സിൽവർ നൈട്രേറ്റിൻ്റെ എക്സാക്റ്റ് വോളിയം കിട്ടും.
ഇതാണ് precipitation titration. അപ്പോൾ ഈ റിയാക്ഷൻ ഒരു precipitation നടക്കുന്നത്. എന്ത് precipitation? AgCl. കാരണം എന്താ, താഴേക്ക് ഒരു ആരോ എടുത്താണ് ഉണ്ടായി. AgCl എന്നാണ് Ag ഒരു precipitate ആയിട്ട് മാറുന്നതാണ്. മറ്റേതൊക്കെ ന്യൂട്രലൈസേഷൻ ആണ്. അപ്പോൾ ഈ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ തമ്മിലുള്ള സാധാരണ ടൈട്രേഷൻ തമ്മിലുള്ള അല്ലെങ്കിൽ കമ്പാരിസൺ ആണ്. നമ്മുടെ സാധാരണ ടൈട്രേഷൻ അതൊരു കളേർഡ് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈട്രേഷൻ ചെയ്തിട്ട് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ഇവിടെ നമ്മൾ കളറല്ല നോക്കുന്നത്, കണ്ടക്റ്റൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കളേർഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് ഒരു സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ഒക്കെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സാധാരണ സൊല്യൂഷനകത്ത് നമുക്ക് വെരി ഡൈലൂട്ട് സൊല്യൂഷന് ടൈട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സിമ കണ്ടക്ടോമെട്രിക് ടൈട്രേഷനകത്ത് എത്ര ഡൈലൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടക്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. നോർമൽ ടൈട്രേഷനകത്ത് വീക്ക് ആസിഡ് വീക്ക് ബേസ് തമ്മിൽ ടൈട്രേഷൻ നടക്കില്ല. കാരണം അവിടെ ന്യൂട്രലൈസേഷൻ പോയിന്റിലേക്ക് എത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ അല്ലാത്ത വീക്ക് ആസിഡും വീക്ക് ബേസ് നമുക്ക് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരെണ്ണം കണ്ടേതായിരുന്നു അമോണിയ ഹൈഡ്രോക്സൈഡ് അസിറ്റിക് ആസിഡ് തമ്മിലകത്തുള്ള കണ്ടു. പിന്നെ precipitation റിയാക്ഷനകത്തും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട. എൻഡ് പോയിന്റ് നമുക്ക് ഗ്രാഫിക്കിലാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്.